നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിശേഷ നിവേദ്യത്തോടെ തൃപ്പുത്തരി ആഘോഷിച്ചു. പുന്നല്ലിന്റെ അരികൊണ്ട് നിവേദ്യം തയ്യാറാക്കി ഗുരുവായൂരപ്പനും ഉപദേവതകൾക്കും പരിദേവതകൾക്കും സമർപ്പിച്ചു. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ശൈഖ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ 114ാമത് ആണ്ടുനേർച്ച ഓഗസ്റ്റ് 29, 30, 31 സെപ്റ്റംബർ 1 തീയതികളിൽ ഒരുക്കങ്ങളായി. ഇക്കുറി നേർച്ചയാഘോഷത്തിന് നേതൃത്വം നൽകുന്നത് പുതിയ ഭരണസമിതി. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടികൾ തൃപ്തികരമല്ലെന്ന് ബെന്നി ബെഹന്നാൻ MP. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും MP. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ നേതൃപരിശീലന ക്യാമ്പിന്റെ സമാപന ചടങ്ങ് ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. ആളൂർ മേഖലയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം. പൊന്മല മഹാദേവ ക്ഷേത്രം, ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കവർച്ച നടന്നത്. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിലും മോഷണം. പുന്നയൂരിലെ ആലാപ്പാലം പ്രദേശത്ത് കാടുപിടിച്ചു കിടക്കുന്ന പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനം ആധുനിക രീതിയിൽ നവീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിലെ മരണാനന്തര സമിതികളുടെ ഭാരവാഹികൾ രംഗത്ത്. ഏരുമല ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതിഷേധം പരിഹരിക്കാൻ തന്ത്രിയുമായി കൂടിയാലോചന നടത്തിയതായും പരിഹാരക്രിയകളാൽ ക്ഷേത്ര ചൈതന്യം സംബന്ധിച്ച ആശങ്കകൾ ദൂരീകരിക്കാൻ സാധിക്കുമെന്ന തന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും മരണാനന്തര സഹായ സമിതി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിശേഷാൽ നിവേദ്യത്തോടെ തൃപ്പുത്തരി ആഘോഷിച്ചു. പുന്നല്ലിന്റെ അരികൊണ്ട് നിവേദ്യം തയ്യാറാക്കി ഗുരുവായൂരപ്പനും ഉപദേവതകൾക്കും പരിദേവതകൾക്കും സമർപ്പിക്കുന്നതാണ് തൃപ്പുത്തരി. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പുത്തരി പായസവും ഉപ്പുമാങ്ങയും പത്തിലക്കറിയും പുത്തിരിച്ചുണ്ട മെഴുക്കുപുരട്ടിയും വിശേഷ വിഭവങ്ങളായി ഉച്ചപൂജയ്ക്കാണ് നേദിച്ചത്. 1200 ലിറ്റർ പുത്തരി പായസമാണ് ഇതിനായി തയ്യാറാക്കിയത്. ഗുരുവായൂരപ്പന് നേദിച്ച പുത്തരി പായസം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി നൽകി. ആളൂർ മേഖലയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം. പൊന്മല മഹാദേവ ക്ഷേത്രം, ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. കൂടൽമാണിക്യം ദേവസ്വം കീഴടമായ കിഴക്കാളൂരിലെ ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തെ ഭണ്ഡാരം കുത്തിത്തുറന്ന് ഉള്ളിലുണ്ടായിരുന്ന പണം കവരുകയായിരുന്നു. ഏകദേശം 5000-ഓളം രൂപ നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. മേൽക്കൂരയിലെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് ക്ഷേത്രത്തിനകത്ത് കടന്നിട്ടുള്ളത്. തുടർന്നാണ് നാലമ്പലത്തിനുള്ളിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത്. ഭണ്ഡാരത്തിനുള്ളിലുണ്ടായിരുന്ന നോട്ടുകൾ മാത്രമാണ് മോഷ്ടാവ് എടുത്തിട്ടുള്ളത്. ചില്ലറത്തുട്ടുകൾ അവിടെ തന്നെ ഉപേക്ഷിച്ചാണ് മടങ്ങിയിട്ടുള്ളത്. പൊന്മല ശിവക്ഷേത്രത്തിൽ ടെറസിനു മുകളിലൂടെ കയറി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. നാലമ്പലത്തിനകത്തുണ്ടായിരുന്ന 2 അലമാരകൾ പൊളിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നാണയങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ എന്നിവ അലമാരയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മോഷ്ടിച്ചിട്ടില്ല. രണ്ടിടത്തും രാവിലെ നട തുറക്കാനെത്തിയ ക്ഷേത്രം ശാന്തിമാരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. തുടർന്ന് ഭാരവാഹികളെ വിവരം അറിയിച്ചു. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ പോലീസ് സംഭവസ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. സിസിടിവി ന്യൂസ്, കേച്ചേരി. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിൽ മോഷണം, പണം നഷ്ടപ്പെട്ടു. അർദ്ധരാത്രിയിലാണ് കവർച്ച നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ബുധനാഴ്ച രാവിലെ 6:30 ക്ഷേത്രം തുറക്കാനെത്തിയ ശാന്തിയാണ് മോഷണ വിവരം അറിഞ്ഞത്. ക്ഷേത്ര ചുവരിനു പുറത്തുള്ള തെക്കുഭാഗത്തെ ചെറിയ വാതിൽ തുറന്ന നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓഫീസ് മുറിയിലെ മേശയിൽ ഉണ്ടായിരുന്ന 2000 രൂപയുടെ നാണയങ്ങൾ മോഷണം പോയ വിവരം അറിയുന്നത്. ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തെ അലമാരകളുടെ വാതിലും തുറന്ന നിലയിലായിരുന്നു. ഭാരവാഹികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടികൾ തൃപ്തികരമല്ലെന്ന് ബെന്നി ബെഹന്നാൻ MP. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വളരെ സങ്കുചിതമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കാഴ്ചപ്പാടുകൾ. വളർന്നുവരുന്ന തലമുറയെ ലക്ഷ്യമാക്കി അവരുടെ മനസ്സുകളിലേക്ക് എത്തിക്കേണ്ട സന്ദേശങ്ങളെയും ആശയങ്ങളെയും എത്തിക്കാൻ കഴിയാത്ത ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന വികലമായ നയരൂപീകരണങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്നത്. അവർ വിദ്യാഭ്യാസത്തെ വികലപ്പെടുത്തുന്നു എന്നു മാത്രമല്ല, ചരിത്രബോധത്തെ പോലും മാറ്റിയെഴുതിക്കൊണ്ടുള്ള സമീപനമാണ് ദേശീയ തലത്തിൽ നടക്കുന്നതെന്നും ബെന്നി ബെഹന്നാൻ കൂട്ടിച്ചേർത്തു. വളരെ സങ്കുചിതമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഭരണകൂടങ്ങളുടെ കാഴ്ചപ്പാട്.
ദേശീയതലത്തിൽ ഇന്ത്യക്ക് രൂപം കൊടുക്കേണ്ട വിദ്യാഭ്യാസം വളർന്നു വരുന്ന തലമുറയെ ലക്ഷ്യമാക്കി അവരുടെ മനസ്സുകളിലേക്ക് എത്തിക്കേണ്ട സന്ദേശങ്ങളെ, ആശയങ്ങളെ എത്തിക്കാൻ കഴിയാത്ത തലത്തിൽ ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന വികലമായ നയരൂപീകരണങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ വിദ്യാഭ്യാസത്തെ വികലപ്പെടുത്തുന്നത് മാത്രമല്ല, ചരിത്രബോധത്തെ പോലും മാറ്റി എഴുതിക്കൊണ്ടുള്ള സമീപനമാണ് ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ മേഖല നടന്നിരിക്കുന്നത്. SSLC +2 പരീക്ഷകളിൽ വിജയികളായ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്ക് ബെന്നി ബെഹന്നാൻ പുരസ്കാരം സമ്മാനിച്ചു. ചുണ്ടൽ KPSTA ഹാളിൽ നടന്ന ക്യാമ്പിൽ ചാവക്കാട് ജില്ലാ പ്രസിഡന്റ് സെബി ഫ്രാൻസിസ് അധ്യക്ഷനായി. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ TU ജെയ്സൺ, റൈജു പോൾ, ജിജോ, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ലാൽ ബാബു, നേതാക്കളായ ഫ്രാൻസിസ്, AD സാജു, KJ ജലീജ്, റെനി പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ബെന്നി ബെഹന്നാൻ MP. ചൂണ്ടലിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ചാലക്കുടി MP CCTVയോട് സംസാരിക്കുകയായിരുന്നു. ഗവൺമെന്റാണ് ഏറ്റവും വലിയ കുറ്റക്കാർ. കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ യാതൊരു നടപടിയുമില്ല. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്രമന്ത്രി കാണിക്കുന്നത് വലിയ ധാർഷ്ട്യമാണ്. കേന്ദ്രമന്ത്രി സിനിമാ നടനല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. ആ മര്യാദ ജനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും കാണിക്കാൻ തയ്യാറാകണമെന്നും ബെന്നി ബെഹന്നാൻ വ്യക്തമാക്കി. ഹേമ കമ്മീഷൻ ഏറ്റവും വലിയ കുറ്റക്കാർ ഇപ്പോൾ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. നടപടി സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് എടുക്കുന്നത്. അതിനേക്കാൾ വലിയ ധാർഷ്ട്യമാണ് കേന്ദ്രമന്ത്രി കാണിക്കുന്നത്. കേന്ദ്രമന്ത്രി ഒരു സിനിമാ നടനല്ല, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയാണ്. ആ മര്യാദ ജനങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും കാണിക്കുന്നതാണ് അദ്ദേഹം. ഭിന്നശേഷിക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് 11 വർഷം തടവും 40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പഴവൂർ കരുവാട്ടപ്പറമ്പിൽ 60 വയസ്സുള്ള മായിൻകുട്ടിയെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് ആർമിനി ശിക്ഷിച്ചത്. 2023 ഏപ്രിൽ മാസത്തിൽ എരുമപ്പെട്ടി പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രായമായ അമ്മയോടൊപ്പം താമസിക്കുന്ന ഭിന്നശേഷിക്കാരിയായ യുവതിയെ അയൽവാസിയായ ഇയാൾ വീട്ടിൽ കയറി ഒന്നിലധികം തവണ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. 8 വർഷം കഠിന തടവും ഭിന്നശേഷിയുള്ളവരുടെ അവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് പ്രകാരം 3 വർഷം വെറും തടവും വിവിധ വകുപ്പുകളിലായി 40,000 രൂപ പിഴയും നൽകാനാണ് വിധി. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 8 മാസം അധിക തടവും അനുഭവിക്കണം. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 22 സാക്ഷികളെ വിസ്തരിച്ച് 20 രേഖകൾ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA സീനത്ത് ഹാജരായി. എരുമപ്പെട്ടി SI ആയിരുന്ന TC അനുരാജ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ ഭൂപേഷ് അന്വേഷണം നടത്തി. SI K അനുദാസ് കുറ്റപത്രം സമർപ്പിച്ചു. പോക്സോ കോടതി ലൈസൺ ഓഫീസർ CPO ഗീത പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറി എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ സംഘടിപ്പിച്ചു വരുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ 3ാം ദിനത്തിൽ കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് എന്ന നാടകം അരങ്ങേറി. നാടകാവതരണത്തിന് മുൻപായി നടന്ന സാംസ്കാരിക സായാഹ്നത്തിൽ ദേശാഭിമാനി വിദ്യാഭ്യാസ അവാർഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് K രാധാകൃഷ്ണൻ MP പുരസ്കാര വിതരണം നടത്തി. സഹകരണ വിജിലൻസ് DYSP ജിം പോൾ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നാടക പ്രവർത്തകരായ സന്ധ്യ മുരുകേഷ്, സതീശൻ കുന്നത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. അന്നകര കളത്തിപ്പറമ്പിൽ മാധവന്റെ സ്മരണാർത്ഥം കഴിഞ്ഞ 37 വർഷമായി ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിൽ ബുധനാഴ്ച വൈകിട്ട് 7-ന് തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നാടകം അരങ്ങേറി. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ഷൈഖ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ 114ാമത് ആണ്ടുനേർച്ച ഓഗസ്റ്റ് 29, 30, 31, സെപ്റ്റംബർ 1 തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് മഹല്ല് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ പുണ്യതീർത്ഥാടന കേന്ദ്രമായ പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ ആണ്ടുനേർച്ചയുടെ ഭാഗമായി സമൂഹ സിയാറത്ത്, ഗത്മുൽ ഖുറാൻ, ഉദ്ഘാടന സമ്മേളനം, സനദ്ദാന അനുസ്മരണ സാംസ്കാരിക സമ്മേളനങ്ങൾ, ദിക്ർ ഹൽഖ, സ്വലാത്ത് മജ്ലിസ് തുടങ്ങിയവയാണ് 4 ദിവസങ്ങളിലായി നടത്തുന്നത്.
29 രാവിലെ 9:30 പെരുമ്പടപ്പിലെ പരിസര പ്രദേശങ്ങളിലെ ആത്മീയ സിയാറത്ത് കേന്ദ്രങ്ങളിൽ സമൂഹ സിയാറത്തോടുകൂടി തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമ്മേളനം പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യും. കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ വിശിഷ്ടാതിഥിയാകും. അന്നേ ദിവസം വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. KMM അഷ്റഫിയ അറബി കോളേജിൽ നിന്ന് 40ഓളം അഷ്റഫി ബിരുദധാരികൾക്കും ഹിഫ്ലുൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന 6 ഹാഫിലുകൾക്കുമാണ് സനദ് നൽകുന്നത്. സമസ്ത മുശാഫറ അംഗം ഹൈദർ ഫൈസി പനങ്ങാങ്കര സനദ്ദാന പ്രഭാഷണം നടത്തും. അൻവർ മുഹ്യുദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ P നന്ദകുമാർ, NK അക്ബർ എന്നിവർ മുഖ്യാതിഥികളാകും. രമേശ് ചെന്നിത്തല MLA സാംസ്കാരിക പ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം പേരോട് മുഹമ്മദ് അസ്ഹരി നിർവഹിക്കും. ഓഗസ്റ്റ് 31 വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ദിക്ർ ഹൽക ആൻഡ് സ്വാലത്ത് മജ്ലിസിന് സയ്യിദ് മാനുത്തങ്ങൾ, സയ്യിദ് BPA തങ്ങൾ ആട്ടീരി, പുത്തൻപള്ളി ജമാം അബ്ദുൾ നാസർ ദാരിമി തുടങ്ങിയവർ നേതൃത്വം നൽകും. സെപ്റ്റംബർ 1 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നേർച്ചയുടെ പ്രധാന ഭാഗമായ അന്നദാനം നടക്കും. ജനകീയ വിഭവ സമാഹരണത്തിലൂടെ ശേഖരിച്ച 600 കിൻഡൽ അരി ഉപയോഗിച്ച് പാചകം ചെയ്ത ഭക്ഷണം 1 ലക്ഷം വിശ്വാസികൾക്ക് വിതരണം ചെയ്യും. സെപ്റ്റംബർ 1 രാത്രി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി നേതൃത്വം നൽകുന്ന കൂട്ടപ്രാർത്ഥനയോടെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനമാകും. രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ പ്രമുഖർ 4 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികളിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികളായ മഹല്ല് പ്രസിഡന്റ് AK റഊഫ്, ട്രഷറർ അമീൻ പുളിയഞ്ഞാലിൽ, ജോയിന്റ് സെക്രട്ടറി സൈഫുദ്ദീൻ, ജോയിന്റ് കൺവീനർ കഫിൽ പുത്തൻപള്ളി, സീനിയർ മെമ്പർ റഹീം പെരുമ്പുങ്കാട്ടിൽ, സ്വാഗത സംഘം കൺവീനർ ഷാജഹാൻ ചിറ്റോത്തയിൽ തുടങ്ങിയവർ അറിയിച്ചു. ആണ്ടുനേർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന വിശ്വാസികളും നാനാ ജാതി മത സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അന്നദാനം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. പൊതുജന പങ്കാളിത്തത്തോടുകൂടി വിഭവ സമാഹരണം നടത്തിയാണ് ഇപ്രാവശ്യം നമ്മൾ ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് ആണ്ടുനേർച്ചയെ മാറ്റിയെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരുപാട് മാന്യ വ്യക്തിത്വങ്ങൾ സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതുകൂടി ഇത്തരുണത്തിൽ സ്മരിക്കുകയാണ്. CCTV ന്യൂസ് പുനേർകുളം. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിദ്യാമൃതം സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പൂർണ്ണമായി കിടപ്പിലായതോ മരണപ്പെടുകയോ ചെയ്തിട്ടുള്ളവരുടെ മക്കൾക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പിലാക്കുന്ന വിദ്യാമൃതം സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. +2 പഠനം കഴിഞ്ഞ് മറ്റു കോഴ്സുകൾക്ക് പഠിക്കുന്ന 50 വിദ്യാർത്ഥികൾക്ക് 10,000 രൂപയാണ് സ്കോളർഷിപ്പായി നൽകുന്നത്. നഗരസഭാ കൌൺസിലറും ഷെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി KC ബാബു, CPM ഏരിയ സെക്രട്ടറി MN സത്യൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് CF ബെന്നി, ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരൻ എന്നിവർ സംസാരിച്ചു. സൗദി അറേബ്യയിൽ തനിക്ക് യാതൊരു വിലക്കുകളുമില്ലെന്ന് ഒമാനി നടനും ആടുജീവിതം എന്ന സിനിമയിലെ അർബാബിന്റെ വില്ലൻ വേഷത്തിലൂടെ ശ്രദ്ധേയനുമായ ഡോക്ടർ താലിബ് അൽ ബലൂഷ് കൊച്ചനൂർ പൂമുഖം സാംസ്കാരിക വേദി നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോഷ്യൽ മീഡിയയിലെ ചിലരാണ് അധിക്ഷേപപരമായ ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. തീർത്തും മ്ലേച്ഛമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കപ്പെടുന്നത്. വിഷമമുണ്ടെങ്കിലും ഒരു പരിധി വിട്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ല. അഭിനയത്തിൽ മാത്രമാണ് താൽപ്പര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 50 വർഷമായി താൻ അഭിനയ ലോകത്തുണ്ടെന്നും രംഗവേദികളിലാണ് താൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളതെന്നും താലിബ് എടുത്തു പറഞ്ഞു. ഇന്തോ ഒമൻ സൗഹൃദ സംരംഭമായി നിർമ്മിച്ച സയാന എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെടുന്നത്. ആ സിനിമയാണ് ആടുജീവിതത്തിലെ പ്രധാന വേഷത്തിലെത്താൻ ഇടയാക്കിയതെന്നും ഡോക്ടർ താലിബ് സൂചിപ്പിച്ചു. Three times we go and come. Oh, okay. I came also here, Cochin, before the film also. And after that, since 2019, we are going and coming. For this film, So, a number of times. താലിബ് മുല്ല എന്നു പേരിട്ട ചെടിയും തന്റെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ബലൂഷ് പൂമുഖമുറ്റത്ത് നട്ടു. സയാന സിനിമാ സംരംഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നടൻ റിജുറാമും ഉണ്ടായിരുന്നു. ഹനീഫ കൊച്ചന്നൂർ, ഉസ്മാൻ പള്ളിക്കരയിൽ, ബിജു കണ്ടമ്പുള്ളി, സലീം മുതുമ്മൽ, ബക്കർ മാസ്റ്റർ, ഡാനിയ സുചീന്ദ്രൻ, ഷാനവാസ് തിരുവത്ര, റഷീദ് എക്സ്പ്രസോ, അഷ്റഫ് പേങ്ങാട്ടയിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം.
ചാവക്കാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് അഭിഭാഷകർക്കായി ഏകദിന പഠന ക്ലാസ് നടത്തി. മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് അനിയാസ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തേർലി അശോകൻ അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസ് ആർ നാരായണ പിഷാരടി ക്ലാസ് നയിച്ചു. സബ് കോർട്ട് ജഡ്ജ് വി വിനോദ്, മുൻസിഫ് ഡോക്ടർ അശ്വതി അശോക്, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ്, ട്രഷറർ പ്രത്യുഷ് ചൂണ്ടലാത്ത്, സിജു മുട്ടത്ത്, PS ബിജു, നിഷ സി, കവിത മോഹൻദാസ്, അനീഷ ശങ്കർ, ഫ്രെഡി പയസ്, ജന്യ ചന്ദ്രൻ, മഹിമ രാജേഷ്, സുഭാഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ സംസ്കൃത ദിനാചരണവും സംസ്കൃത പ്രദർശനിയും നടന്നു. അഷ്ടവൈദ്യൻ ആലത്തിയൂർ നാരായണൻ നമ്പി ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതവും ആയുർവേദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. രചന സംസ്കൃത മാസികയുടെ മാനേജിംഗ് എഡിറ്റർ KM ജനാർദ്ദനനെ ചടങ്ങിൽ PTA പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു. ആധുനിക കാലത്തും സംസ്കൃതം എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുകയാണെന്നും അത് മനസ്സിലാക്കി സംസ്കൃതം പഠിക്കാൻ തയ്യാറാകണമെന്നും സംസ്കൃത ദിന സന്ദേശത്തിലൂടെ രമേശ് കൈതപ്രം അഭിപ്രായപ്പെട്ടു. സ്കൂൾ പ്രധാനാധ്യാപിക ഷീന P ശങ്കർ സ്വാഗതവും സംസ്കൃത അധ്യാപകൻ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പുന്നയൂരിലെ ആലാപാലം പ്രദേശത്ത് കാടുപിടിച്ചു കിടക്കുന്ന പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനം ആധുനിക രീതിയിൽ നവീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിലെ മരണാനന്തര സമിതികളുടെ ഭാരവാഹികൾ രംഗത്ത്. പുന്നേർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഇവർ. പഞ്ചായത്തിലെ ആലാപാലം പ്രദേശത്ത് 5 പതിറ്റാണ്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്മശാനം നവീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പഞ്ചായത്തിലെ ജനസംഖ്യയുടെ 1/3 വരുന്ന ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നാണിത്. 3 സെന്റിലും 4 സെന്റിലും താമസിക്കുന്നവരും സ്വന്തമായി മരണാനന്തര സംസ്കാരം നടത്തുവാൻ സൗകര്യമില്ലാത്തവരും മഴക്കാലമായാൽ വെള്ളക്കെട്ടിൽ താമസിക്കുന്നവരുമായ സാധാരണക്കാരുടെ ആവശ്യമാണിതെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പുന്നൂർകുളം, ഗുരുവായൂർ, ചാവക്കാട് ശ്മശാനങ്ങളിൽ പുന്നൂർ നിവാസികൾക്ക് സംസ്കാരം നടത്തണമെങ്കിൽ അവരുടെ ഒഴിവനുസരിച്ച് അനുവാദം ലഭിക്കുന്നതിനുവേണ്ടി കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥയുമുണ്ട്. പല മൃതദേഹങ്ങളും സംസ്കാരം നടത്താൻ വൈകിയതിന്റെ പേരിൽ ഫ്രീസറിൽ വെക്കേണ്ടി വരുന്നതിനു പുറമെ മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനങ്ങളിൽ സാധാരണക്കാരായ പുന്നയൂർ നിവാസികൾക്ക് കൂടുതൽ പണം അടയ്ക്കേണ്ടതായും വരുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത്. 250 മീറ്റർ ചുറ്റളവിൽ ആൾതാമസം പോലുമില്ലാത്ത നെൽപ്പാടത്താൽ ചുറ്റപ്പെട്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് നിലവിൽ ശ്മശാനം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏരിമൽ ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തന്ത്രിയുമായി കൂടിയാലോചന നടത്തുകയും ക്ഷേത്രത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടാത്ത രീതിയിൽ പരിഹാരക്രിയ ഉള്ളതായും ഇത് പ്രദേശവാസികളുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും തന്ത്രിയിൽ നിന്നും ഉറപ്പു ലഭിക്കുകയും ചെയ്തിരുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ എത്രയും വേഗത്തിൽ ആധുനിക വാതക ശ്മശാന നിർമ്മാണം ആരംഭിക്കണമെന്ന് മുന്നേനി മരണാനന്തര സമിതി പ്രസിഡന്റ് KC സദാനന്ദൻ, എടക്കഴിയൂർ മരണാനന്തര സമിതി പ്രസിഡന്റ് അപ്പുകുട്ടൻ പുല്ലാനി, ആവിയൂർ തെക്കുഭാഗം മരണാനന്തര കമ്മിറ്റി സെക്രട്ടറി KS വിദ്യാസാഗർ, പ്രസിഡന്റ് KB ജയപ്രകാശൻ, പഞ്ചവടി തീയം മരണാനന്തര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ താമരശ്ശേരി തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് തീർത്തുകൊണ്ട് അത് ഞങ്ങളുടെ മരണാനന്തര സമിതികളുടെ ആവശ്യങ്ങൾക്കായി എത്രയും പെട്ടെന്ന് തുറന്നു തരണം തന്നെയാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പോൾ പൊതുവെ പുന്നയൂർ പഞ്ചായത്തിൽ ഇപ്പോൾ SC വിഭാഗം തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ഒന്ന് പുന്നയൂർ പഞ്ചായത്തിലെ 18-ാം വാർഡ്. കോളനിയിൽ 1 സെൻറ്റും 1.5 സെൻറ്റ് സ്ഥലത്താണ് ഓരോരുത്തർ ഇപ്പോൾ നിലവിൽ അവിടെ താമസിക്കുന്നത്. അവിടെയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വീടിനകത്ത് പോലും കുഴിച്ചിടാൻ പോലും സ്ഥലങ്ങളില്ല. അന്നത്തെ ദിവസം ഫ്രീസർ മേടിച്ചിട്ട് ആ ഫ്രീസറിൽ വെച്ച് പിറ്റന്നാൾക്കാണ് ആ സമയം കിട്ടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്നാണ് പഞ്ചായത്ത് ഭരണാധികാരികളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. CCTV ന്യൂസ്, പുന്നയൂർകുളം. പഴഞ്ഞി വൺവേ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കാട്ടുകാമാൽ മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം നടത്തി. പ്രസിദ്ധമായ പഴഞ്ഞി മുത്തപ്പന്റെ പെരുന്നാളിന് മുൻപ് അടിയന്തരമായി വൺവേ റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിൽപ്പ് സമരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. സമരത്തിന് മണ്ഡലം ഭാരവാഹികളായ കുഞ്ഞൻ പെരുന്തുരുത്തി, ശിവൻ കാഞ്ഞിരത്തിങ്കൽ, മാധവൻ, ബിനിൽ, ബിജു, സുഫൈൽ കോട്ടോൽ എന്നിവർ നേതൃത്വം നൽകി. മാധ്യമപ്രവർത്തനം തടഞ്ഞാൽ സുരേഷ് ഗോപിയെ വഴിയിൽ തടയുമെന്ന AIYF മാധ്യമപ്രവർത്തകരെ പിടിച്ചുതള്ളിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു.
തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രകോപിതനായി അവരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്നും വിമർശനങ്ങളോടും വിയോജിപ്പുകളോടും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപി ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അപമാനമാണെന്നും പ്രസാദ് പറേരി പറഞ്ഞു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷെബീർ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ GB കിരൺ, ഇപ്റ്റ ജില്ലാ സെക്രട്ടറിയും സംവിധായകനുമായ വൈശാഖ് അന്തിക്കാട്, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, തൃശൂർ മണ്ഡലം സെക്രട്ടറി GM അഖിൽ എന്നിവർ സംസാരിച്ചു. മുൻപ് തന്നോട് പ്രതികരണമാരാഞ്ഞ മാധ്യമപ്രവർത്തകയോടുള്ള മോശം സമീപനത്തിന്റെ പേരിലും സുരേഷ് ഗോപി വിവാദം സൃഷ്ടിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരോടും വിമർശകരോടുമുള്ള സുരേഷ് ഗോപിയുടെ ശരീരഭാഷയും പ്രതികരണങ്ങളും അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞതും അക്രമോത്സുകവുമാണെന്നും സംഭവത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തോടും മാപ്പു പറയണമെന്നും AIYF ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് കേച്ചേരി. കേരളത്തിന്റെ നവോത്ഥാന പോരാട്ടങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്നതിൽ പ്രധാന വകുപ്പ് വഹിച്ച അയ്യങ്കാളിയുടെ 161-ാം ജന്മദിനം നാട് വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഒരു ഇരുണ്ട കാലത്തെ അടിച്ചമർത്തപ്പെട്ട വലിയ വിഭാഗത്തെ ആവേശത്തോടെ ഉയർത്തെഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു അയ്യങ്കാളി. കാട്ടകാമ്പാൽ ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ YMCA സെന്ററിൽ നടന്ന ദിനാചരണത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. സുബ്രു ഐനൂർ അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. പഴഞ്ഞി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അധികാരത്ത്, ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ, സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ്, ശശിധരൻ കണ്ടംപുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. നഗരകേന്ദ്രത്തിൽ നടന്ന സമ്മേളനം ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വാസു കോട്ടോൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, CI മാത്യു, കോൺഗ്രസ് നേതാക്കളായ ബിജു C ബേബി, CK ബാബു, KS രാധാകൃഷ്ണൻ, ഗിരീഷ് കാണിപ്പയ്യൂർ, ബിനോജ് കീഴൂർ, CF ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. PKS പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി ജെറൂസലേം സെന്ററിൽ നടന്ന ദിനാചരണം CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. PKS പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് PC ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ, CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തേക്ക് പക്ഷികൾ കയറാത്ത വിധം നെറ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ച് സമർപ്പണം നടത്തി. ഭദ്രദീപങ്ങളാലും നിറമാലകളാലും പ്രത്യേകം അലങ്കരിച്ച നാലമ്പലത്തിനുള്ളിൽ ശംഖുനാദത്തിന്റെയും കേളികൊട്ടലിന്റെയും അകമ്പടിയോടെ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന സമർപ്പണ ചടങ്ങിന് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ചാവക്കാട് പൊന്നരാശ്ശേരി പ്രേമാവതി എന്ന ഭക്തിയുടെ വക സമർപ്പണമായാണ് 2.5 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നെറ്റ് സ്ഥാപിച്ചത്. ചെമ്മണ്ണൂർ പണിക്കശ്ശേരി ഉണ്ണികൃഷ്ണൻ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചു. ഉണ്ണികൃഷ്ണനെയും മറ്റ് ജീവനക്കാരെയും ഓണപ്പുടവയും ബലകവും നൽകി ആദരിച്ചു. ക്ഷേത്രത്തിലെ തൃപ്പുത്തരിയും രാവിലെ നടന്നു. പുത്തരി നിവേദ്യത്തിനു ശേഷം നിവേദ്യം, വിശേഷാൽ കറികൾ, പുത്തരി പായസം എന്നിവ ദേശക്കാർക്ക് വിതരണം ചെയ്തു. കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച കർഷകർക്ക് ആദരമൊരുക്കി. CV ഹാളിൽ നടന്ന ചടങ്ങ് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ, കണ്ടാണിശ്ശേരി, ചൊവ്വന്നൂർ, പോർക്കുളം, കാട്ടകാമ്പാൽ, കടവല്ലൂർ പഞ്ചായത്തുകളിലും കുന്നംകുളം നഗരസഭയിലുമായി ചിങ്ങം 1 കൃഷിഭവനുകൾ മികച്ച കർഷകരായി തെരഞ്ഞെടുത്ത മുഴുവൻ കർഷക അവാർഡ് ജേതാക്കളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K കൊച്ചനിയൻ, M പീതാംബരൻ, KF ഡേവിസ്, മുഹമ്മദ് ഹനീഫ, T മുകുന്ദൻ, രഞ്ജിനി മുരളി, പത്മം വേണുഗോപാൽ, AJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. കൈവിട്ടുപോയ കാർഷിക സംസ്കൃതിയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൽ കാർഷിക സംസ്കൃതി നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ ലോകത്തോ മറ്റേതെങ്കിലും ഒരു സംരംഭത്തെ അല്ലെങ്കിൽ ഒരു കൾച്ചർ കൂട്ടിപ്പിടിക്കും. ഇവിടെ വേണമെങ്കിൽ അഗ്രി ഇൻഡസ്ട്രി എന്ന് പറയാം, അഗ്രി ബിസിനസ് പറയാം. പക്ഷേ കൃഷിയെ പറയുക അഗ്രികൾച്ചറാണ്. കൃഷി ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്.
ചിറളയം HCC GUP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം തൃശൂർ നിർമ്മല പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ CMC നിർവഹിച്ചു. സെന്റ് HCCയുടെ കുട്ടിക്ക് ഒരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ ചിറളയം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ ഡേസൺ മുണ്ടോപ്പുറം, തൃശൂർ നിർമ്മല പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ മരിയ ജോസ്, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ അൻസ ജോസ്, സെമിനറി കമ്മിറ്റി ചെയർമാൻ CK സദാനന്ദൻ മാസ്റ്റർ, ഹോളി ചൈൽഡ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ആൻജോസ്, സ്കൂൾ PTA പ്രസിഡന്റ് ജാസിൻ P. ജോബ്, ശതാബ്ദി കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA, MPTA അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏകദിന ചായക്കട നടത്തി. വയനാടിനൊരു കൈത്താങ്ങിനായി എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി കടങ്ങോട് സെന്ററിലാണ് ജനകീയ ചായക്കട നടത്തിയത്. രാവിലെ 7 മണി മുതൽ ചായക്കട പ്രവർത്തനം ആരംഭിച്ചു. പൊതുജനങ്ങളും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. ചായക്കടയിൽ നിന്നു ലഭിക്കുന്ന വരുമാനം മുഴുവനും KPCC നിർമ്മിച്ചു നൽകുന്ന 100 വീട് പദ്ധതിയിലേക്ക് നൽകും. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, മുൻ മണ്ഡലം പ്രസിഡന്റ് NK കബീർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MA ഉസ്മാൻ, പഞ്ചായത്ത് മെമ്പർ MC ഐജു എന്നിവർ സംസാരിച്ചു. MM നിഷാദ്, AU മനാഫ്, നജീബ് കൊമ്പത്തേയിൽ, റസാഖ് തയ്യൂർ, സതീഷ് ഇടമന, CG ജോൺ, സെഫീന അസീസ് എന്നിവർ നേതൃത്വം നൽകി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ തുടങ്ങിയവർ സന്ദർശിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വയനാടിനൊരു കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി DYFI വടക്കേക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹത്തിന്റെ ചായക്കട സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നാലാങ്കല്ല് സെൻട്രൽ പ്രവർത്തിക്കുന്ന വാലിപ്പറമ്പിൽ സഫീറിന്റെ ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനമാണ് വയനാടിനായി നൽകിയത്. DYFI മേഖലാ സെക്രട്ടറി ജിതിൻ, പ്രസിഡന്റ് TJ അഖിൽ, ഋഷിക, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷംസുദ്ദീൻ, ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര, പ്രമോദ്, അഖിൽ, ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീത്തോ വാഹന ഉടമകളുടെ കൂട്ടായ്മയായ ജീത്തോ ഇൻഫർമേഷൻ കേരള ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. പുന്നേർകുളം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA 51,000 രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. ജീത്തോ ഇൻഫർമേഷൻ കേരള പ്രസിഡന്റ് സൈനുദ്ദീൻ ചങ്ങരംകുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ മുഖ്യാതിഥിയായി. ജീത്തോ ഇൻഫർമേഷൻ സ്ഥാപകൻ കാർത്തികേയൻ സ്വാഗതവും സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് പനന്തറ നന്ദിയും പറഞ്ഞു. സോജൻ എളനാട്, അനിയൻ ഏഴാങ്കല്ല്, അഷ്റഫ് പറപ്പൂർ, ഷൈബു പുത്തൻവേലിക്കര, പുഷ്കരൻ വേലൂർ, കമറു പുന്നേർകുളം, സുനിൽ കൈപ്രമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട മത്സ്യവിൽപ്പന നടത്തി. 4 ഘട്ടങ്ങളിലായാണ് മത്സ്യക്കച്ചവടം നടത്തുന്നത്. ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. 1ാം ഘട്ടം കച്ചവടം തൃശൂർ ജില്ലയിലും പാലക്കാട്, മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലുമായി 19 വാഹനങ്ങളിലും പ്രധാന സെന്ററുകളിൽ സ്റ്റാളുകളുമിട്ടാണ് നടത്തിയത്. 2ാം ഘട്ടം എരുമപ്പെട്ടി സെന്ററിൽ നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞുമോനിക്ക, അതുപോലെ തന്നെ ശ്രീനീഷ്, ഷക്കീർ, അതുപോലെ ബഷീർക്ക ഉൾപ്പെടെ ഒരു വലിയ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യ കച്ചവടക്കാർ എന്ന രീതിയിൽ നല്ല സമർപ്പിതമായ മനസ്സിന്റെ ഉടമകൾ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് വയനാട് ദുരന്തബാധിതരെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാൻ വേണ്ടി കാണിക്കുന്ന ഇവരുടെ മനസ്സിന് ഈ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി, തൃശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഹൃദ്യമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നാളെ നാടിന് മുഴുവൻ മാതൃകയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് 3ാം ഘട്ടം സെപ്റ്റംബർ 4-ന് പന്നിത്തടം സെന്ററിലും 4ാം ഘട്ടം സെപ്റ്റംബർ 11-ന് വെള്ളറക്കാടും നടക്കും. സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി, സെക്രട്ടറി VS ശ്രീനിഷ്, കുഞ്ഞുമോൻ, ബഷീർ എന്നിവർ നേതൃത്വം നൽകി. ദുരിതബാധിതരെ സഹായിക്കാൻ നടത്തുന്ന ഉദ്യമത്തിൽ മത്സ്യം വാങ്ങി പൊതുജനങ്ങളും സഹകരിച്ചു. കഴിഞ്ഞ പ്രളയകാലത്ത് ഈ തൊഴിലാളികൾ മത്സ്യക്കച്ചവടം നടത്തി 90,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി.
ചാവക്കാട് കടപ്പുറം അഴിമുഖത്ത് ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. രൂക്ഷമായ ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് കരയ്ക്കടിഞ്ഞ ഡോൾഫിന്റെ ജഡം കണ്ടെത്തിയത്. 12 അടി നീളവും 200 കിലോയിലധികം തൂക്കവും കണക്കാക്കുന്നു. അധികൃതർ ഇടപെട്ട് ഡോൾഫിന്റെ ജഡം എത്രയും വേഗം സംസ്കരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 2 ദിവസമായി ഇത് കയറിയിട്ട് ഇത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ വന്നിട്ട് ഇത് നോക്കിയതിൻ്റെ ശേഷം ഇതിനെ ദഹിപ്പിക്കാനുള്ള പരിപാടി ചെയ്യണം. 200 കിലോ ഉണ്ടാവും ഏകദേശം. ആൾക്കാർക്ക് താമസിക്കാനൊന്നും പറ്റൂല, ഇനിവിടെ ചൂരടിച്ചിട്ട് അങ്ങനെയുള്ളൊരു സാധനമാണത്. ചാവക്കാട് തിരുവത്ര അത്താണിയിൽ നിന്ന് 8 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. അത്താണി കിഴക്ക് വാഴപ്പുള്ളി അനിൽകുമാറിന്റെ വീടിന് മുൻവശത്തെ പാടത്തു നിന്നാണ് മലമ്പാമ്പ് താറാവിനെ വിഴുങ്ങിക്കിടക്കുന്നത് കണ്ടത്. തുടർന്ന് അനിൽകുമാർ, വാഴപ്പുള്ളി പുഷ്പരാജൻ, കുറുക്കപ്പറമ്പിൽ സനു എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടി ചാക്കിലാക്കുകയായിരുന്നു. വിവരം അറിയിച്ചതനുസരിച്ച് വനം വകുപ്പ് അധികൃതർ പാമ്പിനെ കൊണ്ടുപോയി. ബിരിയാണി ചലഞ്ചിലൂടെ വയനാടിനായി ധനസമാഹരണം നടത്തി. കുന്നംകുളം മണ്ഡലത്തിലെ പാചക തൊഴിലാളി കൂട്ടായ്മയാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ മുണ്ടക്കയുടെ പുനരധിവാസ നിധിയിലേക്ക് ധനസഹായം നൽകുന്നതിനായി ബിരിയാണി ചലഞ്ച് നടത്തിയത്. പഴഞ്ഞി അലൈൻ കാറ്റഗറി സഹകരണത്തോടെ നടന്ന ചലഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും പാചക തൊഴിലാളി കൂട്ടായ്മ ചെയർമാൻ അഷ്റഫ്, കൺവീനർ അബൂബക്കർ, ട്രഷറർ കുഞ്ഞുമുഹമ്മദ് എന്നിവർ പറഞ്ഞു. ഈ മേഖലയിൽ നിന്നും ഈ പാചക തൊഴിലാളി കൂട്ടായ്മയുടെ എല്ലാ ആളുകളുടെയും നിറസാന്നിധ്യം കൊണ്ട് അത് വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു. അതിനുവേണ്ടി ഞങ്ങളോട് സഹായിച്ച നല്ലവരായിട്ടുള്ള നാട്ടുകാരോടും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ തന്നിട്ടുള്ള വിവിധ കമ്പനിക്കാരോടും ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾക്കുള്ളതായിട്ടുള്ള നന്ദിയും സ്നേഹവും സന്തോഷം അറിയിക്കുകയാണ്. തൃശൂർ ജില്ലാ അമേച്ചർ ജൂഡോ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ എരുമപ്പെട്ടി സ്വദേശി സാൻഡ്ര ഐറിനെ പ്രവാസി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയും ചേർന്ന് അനുമോദിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ എന്നിവർ ഷോൾ അണിയിച്ചു. പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MC ഐജു, മണ്ഡലം പ്രസിഡന്റ് നജീബ് കൊമ്പത്തേയിൽ, കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് AK രവി എന്നിവർ മൊമന്റോ സമർപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, MA ഉസ്മാൻ, NK കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ സാൻഡ്ര ഐറിൻ എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ റിനോൾഡ് ആതിര ദമ്പതികളുടെ മകളാണ്. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ പ്രിയപ്പെട്ട കമ്മൽ നൽകി 3ാം ക്ലാസ്സുകാരി അസ്വ ഫാത്തിമ. റവന്യൂ മന്ത്രി K രാജന് തൃശൂർ കളക്ടറേറ്റിൽ വെച്ചാണ് കമ്മൽ കൈമാറിയത്. ഒരുമനയൂർ IDC സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. CPI ഒരുമനയൂർ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി RK സജിലിന്റെ മകളാണ് അസ്വ ഫാത്തിമ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ INTUC റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം ബിജോയ് ബാബു, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV ഗീവർ, MA സുബയർ, ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VK രമേശ്, മണ്ഡലം പ്രസിഡന്റുമാരായ ബെന്നി, KA ശിവരാമൻ, സുഭാഷ്, സജീഷ്, റെജി, മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിന് കൈത്താങ്ങായി DYFI തിരുവത്ര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് 100 രൂപ നിരക്കിൽ 1000-ലധികം ബിരിയാണിയാണ് ഓർഡർ ചെയ്ത പ്രകാരം പ്രവർത്തകർ വീടുകളിലേക്ക് എത്തിച്ചു നൽകിയത്. ഇതിൽ നിന്ന് ലഭിച്ച തുകയും പാഴ്വസ്തുക്കൾ ശേഖരിച്ചും ഫോട്ടോഗ്രാഫി ചലഞ്ച് നടത്തി ലഭിച്ച തുകയും ചേർത്ത് 3 ലക്ഷം രൂപ സംഘടനയുടെ ബ്ലോക്ക് ഭാരവാഹികൾക്ക് കൈമാറുമെന്ന് തിരുവത്ര മേഖലാ സെക്രട്ടറി KU ജാബിർ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർപേഴ്സൺ KK മുബാറക്, CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KH സലാം, DYFI ബ്ലോക്ക് ട്രഷറർ TM ഷെഫീഖ്, തിരുവത്ര മേഖലാ പ്രസിഡന്റ് MS ജിതീഷ്, കൌൺസിലർമാർ, DYFI പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിനോടകം 1000-ലധികം ബിരിയാണിയാണ് ഇതിൻ്റെ ഭാഗമായി വിറ്റുപോയിട്ടുള്ളത്. ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കുമ്പോൾ നാളെ 3 ലക്ഷം രൂപയാണ് DYFIയുടെ തിരുവത്ര മേഖലാ കമ്മിറ്റി ഇതിൻ്റെ ബ്ലോക്ക് ഭാരവാഹികൾക്ക് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഫോട്ടോഗ്രാഫി ചലഞ്ച്, അതുപോലെ തന്നെ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അത് വിറ്റ് കിട്ടുന്ന തുക, ഇത്തരത്തിൽ
വളരെ മാതൃകാപരമായ ക്യാമ്പയിനുകളാണ് DYFI ഇതിന്റെ ഭാഗമായി ഇതിനോടകം ഏറ്റെടുത്തിരിക്കുന്നത്. ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നല്ല വെൽ ഓഫ്ഡ് ആയിട്ടുള്ള ഫാമിലീസിലായിരിക്കില്ല, പല ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഒരുപാട് ചാലഞ്ചസ് കടന്നിട്ടായിരിക്കും നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടാവുക. ചെറിയ ചെറിയ ചാലഞ്ചസ് ഉണ്ടാവും, വലിയ ചാലഞ്ചസ് ഉണ്ടാവും, ഫാമിലി രീതിയിലുള്ള ബുദ്ധിമുട്ട്. നിങ്ങളിപ്പോൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഇതുപോലെ ചെറിയ ചെറിയ റേസസ് ആയിരിക്കും. അപ്പോഴൊക്കെ ഈ ഒരു പാഠം നിങ്ങൾക്ക് ഉൾക്കൊള്ളാം. എപ്പോഴൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പോഴൊക്കെ നിങ്ങളിപ്പോൾ ആ ഒരു ടാർഗറ്റിലെത്തുന്നു, ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോഴുള്ള ഒരു അവസ്ഥ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള എനർജി ലഭിക്കും. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ SSLC +2 ഇസ്ലാമിക് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾ സ്പെൽ ബി, LSS, USS പരീക്ഷാ ജേതാക്കൾ, കബ്, ബുൾബുൾ സംസ്ഥാന വിജയികൾ, NSS ബെസ്റ്റ് വളണ്ടിയർമാർ, സുഗമ ഹിന്ദി പരീക്ഷാ വിജയികൾ, ഗൈഡ്സ് വിഭാഗം, ലോങ് സർവീസ് അവാർഡ് ജേതാക്കളായ അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാർത്തിയാനിയുടെ വീടിന്റെ പുനരുദ്ധാരണത്തോടൊപ്പം അവരുടെ കുടുംബത്തിന് എല്ലാ മാസവും നിശ്ചിത തുക നൽകുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. സ്കൂൾ മാനേജ്മെന്റും എരുമപ്പെട്ടി പഞ്ചായത്തും സംയുക്തമായി പദ്ധതി നടപ്പിലാക്കും. സ്കൂൾ ട്രസ്റ്റ് ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി O. അബ്ദുറഹ്മാൻ കുട്ടി, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, സ്കൂൾ മാനേജർ RM ബഷീർ, പ്രിൻസിപ്പാൾ PM ഹംസ, ട്രസ്റ്റ് ട്രഷറർ അബു ഹാജി കൊമ്പത്തേയിൽ, ട്രസ്റ്റ് മെമ്പർമാരായ ഹംസ ഹാജി, ഗഫൂർ കടങ്ങോട്, അക്കാദമിക് ഡയറക്ടർ ഷംസുദ്ദീൻ കുന്നമ്പത്ത്, സ്റ്റാഫ് സെക്രട്ടറി കൃഷ്ണപ്രിയ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ ഉസ്മാൻ സയ്യിദ് മുഹമ്മദ്, വൈസ് പ്രിൻസിപ്പാൾ രാജീവ് പ്രകാശ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, വേലൂർ. വയനാടിന് വേലൂരിന്റെ കൈത്താങ്ങ്. സ്ക്രാപ്പ് ശേഖരിച്ചും ചായക്കട നടത്തിയും അച്ചാറുകൾ, ബൾബുകൾ കൊള്ളിവിറ്റും വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും വേലൂരിലെ 14 യൂണിറ്റ് കമ്മിറ്റികൾ അഹോരാത്രം പ്രയത്നിച്ച് സമാഹരിച്ച 1,12,112 രൂപ DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിക്ക് കൈമാറി. പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത് തുക ഏറ്റുവാങ്ങി. CPM വേലൂർ ലോക്കൽ സെക്രട്ടറി അബിൽ ബേബി, പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, CPM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, DYFI വേലൂർ മേഖല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. തിറ്റൂർ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ദ്രവ്യകലശം സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കും. സഹസ്ര കലശങ്ങളോടുകൂടി നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി പടുതോൾ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 5 വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന പുറങ്ങ് MV പ്രദീപ് കുമാർ മെമ്മോറിയൽ നന്മ മെഡികെയറിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 5 ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. ചടങ്ങ് മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അലിക്കുട്ടി മലയംകുളത്തേൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ നിഷാദ് അബൂബക്കർ, അബ്ദുൽ ഗഫൂർ, ബൽക്കീസ് തൈപ്പറമ്പിൽ, ബ്ലോക്ക് മെമ്പർ ഷിഹാബ്, ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. ഫസൽ പുറങ്ങ് സ്വാഗതവും ഗഫൂർ നന്ദിയും പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്ര അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന് തൃശൂർ ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നു. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിദ്യ സോഷ്യൽ എംപവർമെന്റ് സെന്റർ വിസെക്കിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കോളർഷിപ്പ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ 5 വർഷത്തേക്കാണ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് 2024-29 കാലയളവിൽ സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 8ാം ക്ലാസ്സിലെ അർഹരായ കുട്ടികളെ തിരഞ്ഞെടുക്കാൻ ആദ്യഘട്ടമായ ഓൺലൈൻ പരീക്ഷ വിദ്യാ സയൻസ് ടാലന്റ് ടെസ്റ്റ് നടത്തും. ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച രാത്രി 7:30 മുതൽ 8 മണി വരെ ഓൺലൈൻ വഴി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് 97 47 55 25 26 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6,715 രൂപ, പവന് 53,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 93 രൂപ. ചരമം
പുനേർകുളം ചമ്മന്നൂർ ലക്ഷം വീട് പരേതനായ ഹംസഭാര്യ കരുവളപ്പിൽ ഫാത്തിമ നിര്യാതയായി 70 വയസ്സായിരുന്നു. ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ചമ്മന്നൂർ ഖബർസ്ഥാനിൽ നടക്കും. ഉമ്മു, സുഹറ, ആരിഫ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിശേഷ നിവേദ്യത്തോടെ തൃപ്പുത്തരി ആഘോഷിച്ചു. പുന്നെല്ലിന്റെ അരികൊണ്ട് നിവേദ്യം തയ്യാറാക്കി ഗുരുവായൂരപ്പനും ഉപദേവതകൾക്കും പരിദേവതകൾക്കും സമർപ്പിച്ചു. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ശൈഖ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ 114ാമത് ആണ്ടുനേർച്ച ഓഗസ്റ്റ് 29, 30, 31 സെപ്റ്റംബർ 1 തീയതികളിൽ ഒരുക്കങ്ങളായി. ഇക്കുറി നേർച്ചയാഘോഷത്തിന് നേതൃത്വം നൽകുന്നത് പുതിയ ഭരണസമിതി. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടികൾ തൃപ്തികരമല്ലെന്ന് ബെന്നി ബെഹന്നാൻ MP. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും MP. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ നേതൃപരിശീലന ക്യാമ്പിന്റെ സമാപന ചടങ്ങ് ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. ആളൂർ മേഖലയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം. പൊന്മല മഹാദേവ ക്ഷേത്രം, ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കവർച്ച നടന്നത്. കുന്നംകുളം കാണിപ്പയ്യൂർ, ഉഭയൂർ ശിവക്ഷേത്രത്തിലും മോഷണം. പുന്നയൂരിലെ ആലാപ്പാലം പ്രദേശത്ത് കാടുപിടിച്ചു കിടക്കുന്ന പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനം ആധുനിക രീതിയിൽ നവീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിലെ മരണാനന്തര സമിതികളുടെ ഭാരവാഹികൾ രംഗത്ത്. എരുമല ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതിഷേധം പരിഹരിക്കാൻ തന്ത്രിയുമായി കൂടിയാലോചന നടത്തിയതായും പരിഹാരക്രിയകളാൽ ക്ഷേത്ര ചൈതന്യം സംബന്ധിച്ച ആശങ്കകൾ ദൂരീകരിക്കാൻ സാധിക്കുമെന്ന തന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും മരണാനന്തര സഹായ സമിതി ഭാരവാഹികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.